ഹായ് ഗൈസ്, ഇത് ഞാൻ ഷിൻഡു ആണ്. കഴിഞ്ഞ മാസമാണ് സാംസങ് അവരുടെ ഏറ്റവും പുതിയ ഫോണായ ഗാലക്സി S7ഉം S7 എഡ്ജും റിലീസ് ചെയ്തത്. ഇവരുടെ പൂർവികരായ ഗാലക്സി S6നോടും S6 എഡ്ജിനോടും കാണാൻ വളരെ സാമ്യം പുതിയ സാംസങ് S7 അല്ലെങ്കിൽ S7 എഡ്ജിനുണ്ട്. എന്നാൽ ഗാലക്സി S6നേക്കാളും വളരെ പുതിയ പ്രത്യേകതകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് പുതിയ സാംസങ് ഗാലക്സി S7 സാംസങ് പുറത്തിറക്കിയിട്ടുള്ളത്. അവയിൽ പ്രധാനപ്പെട്ട 10 പ്രത്യേകതകൾ നമുക്കൊന്ന് നോക്കാം. 2015 ഏറ്റവും കാണാൻ ലുക്കുള്ള ഒരു ഫോണായിരുന്ന ഗാലക്സി S6 അല്ലെങ്കിൽ S6 എഡ്ജിൽ ഉപയോഗിച്ചിരിക്കുന്നത് പോലെ ഗാലക്സി S7ലും ഗ്ലാസും മെറ്റൽസും ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ S6ൽ നിന്ന് വ്യത്യസ്തമായി ഗാലക്സി S7ൽ ബാക്ക് സൈഡ് എഡ്ജ് കുറച്ച് കർവ് ചെയ്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കയ്യിൽ ഹോൾഡ് ചെയ്യുമ്പോൾ കൂടുതൽ ഗ്രിപ്പും കംഫർട്ടും നൽകുന്നുണ്ട്. അതുപോലെ ബെസൽസ് കുറച്ചുകൂടി കനം കുറച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ക്യാമറ ബമ്പിന്റെ ഹൈറ്റ് ഒരു 0.5 mm കുറച്ചിട്ടുണ്ട്. ഇതുകൊണ്ടൊക്കെയാണ് പുതിയ ഗാലക്സി S7 കാണാൻ കൂടുതൽ ഭംഗിയുള്ളതാകുന്നത്. പുതിയ ഗാലക്സി S7 നിങ്ങൾക്ക് 4 നിറങ്ങളിൽ ലഭ്യമാണ്. അതുപോലെ ഇതിന്റെ ഡിസ്പ്ലേ സൈസ് ഗാലക്സി S7 5.1 ഇഞ്ചും S7 എഡ്ജിന് 5.5 ഇഞ്ചുമാണ്. എന്തായാലും ഡിസൈനിൽ വളരെ നല്ല മാറ്റങ്ങളാണ് സാംസങ് വരുത്തിയിട്ടുള്ളത്. വാട്ടർ റെസിസ്റ്റൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗാലക്സി S5ലാണ് സാംസങ് ഇത് ആദ്യം ഉപയോഗിച്ചത്. അതിനുശേഷം ഗാലക്സി S6ൽ ഈ പ്രത്യേകതകൾ കാണാൻ കഴിഞ്ഞില്ല. പകരം ഡിസൈനിൽ വളരെ വലിയ മാറ്റങ്ങളാണ് നാം കണ്ടത്. എന്നാൽ ഇപ്പോൾ ഗാലക്സി S7ൽ IP68 എന്ന വളരെ നല്ല വാട്ടർ ഡസ്റ്റ് റെസിസ്റ്റന്റ് പവറാണ് സാംസങ് ഉപയോഗിച്ചിരിക്കുന്നത്. 5 അടി വരെ ആഴമുള്ള വെള്ളത്തിൽ അരമണിക്കൂറോളം നിങ്ങൾക്ക് ഈ ഫോൺ സേഫ് ആയിരിക്കും എന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നാൽ പലരും അതിൽ കൂടുതൽ ടെസ്റ്റ് ചെയ്ത് വിജയിച്ചിട്ടുണ്ട്. പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഗാലക്സി S6നേക്കാളും CPUവിൽ 30%വും GPUവിൽ 60% കൂടുതൽ പെർഫോമൻസ് ആണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന വേരിയന്റ് അനുസരിച്ചായിരിക്കും ഇത് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കാരണം ചില റീജിയൻസിൽ സ്നാപ്ഡ്രാഗൺ 820 പ്രോസസ്സറും മറ്റു ചില റീജിയൻസിൽ സാംസങ്ങിന്റെ തന്നെ എക്സിനോസ് പ്രോസസ്സറുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്തായാലും 2 വേരിയന്റ്സിന് 4GB RAM സാംസങ് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് മൾട്ടി ടാസ്കിംഗ് വളരെ എളുപ്പമാക്കും. കൂടാതെ ലിക്വിഡ് കൂളിംഗ് ഓപ്ഷനും സാംസങ് ഈ ഫോണിന് പ്രൊവൈഡ് ചെയ്യുന്നു. ഇതെല്ലാം കൂടി വരുമ്പോൾ ഗാലക്സി S7 ശരിക്കും സൂപ്പർ ഫാസ്റ്റിംഗ് പെർഫോമൻസ് തന്നെയായിരിക്കും. ഗെയിമിങ്ങിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാംസങ്ങിന്റെ പുതിയ ഗെയിമിംഗ് API നിങ്ങൾക്ക് PC ഗെയിമിംഗ് എക്സ്പീരിയൻസ് ഗാലക്സി S7ൽ നൽകുമെന്നാണ് സാംസങ് പറയുന്നത്. ഇതിന്റെ കൂടെ പുതിയ ഗെയിം ലോഞ്ചറും ഗാലക്സി S7ൽ വരുന്നുണ്ട്. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് എത്ര പവർ ഓരോ ഗെയിമും ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കും. അതുപോലെ തന്നെ ഫോണിന്റെ ബാക്ക് ബട്ടണും മറ്റും ഇതിലൂടെ ഡിസേബിൾ ചെയ്യാനാകും. സോ ഗെയിം കളിക്കുമ്പോൾ അറിയാതെ ഫിംഗർ ടച്ചായി ഗെയിമിൽ ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാകുകയില്ല. അതുപോലെ പുതിയ API സ്ക്രീൻ ക്യാപ്ചർ ഓപ്ഷൻ ഉണ്ട്. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് ഗെയിം റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഗാലക്സി S6ൽ കണ്ട ഏറ്റവും വലിയൊരു കുറവായിരുന്നു SD കാർഡ് ഇല്ലാതിരുന്നത്. എന്നാൽ ഗാലക്സി S7ൽ സാംസങ് ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗാലക്സി S6ൽ ഉള്ളതുപോലെ ഗാലക്സി S7ൽ ഫാസ്റ്റ് ചാർജിംഗ് ഓപ്ഷൻ ഉണ്ട്. എന്നാൽ അതിനുപരി ഗാലക്സി S7ൽ വയർലെസ് ആയും ഫാസ്റ്റ് ചാർജിംഗ് സാധ്യമാകും. വയർലെസ് ചാർജിംഗ് സ്ലോ ആയിരുന്നു എന്ന കുറവ് ഇതിലൂടെ പരിഹരിക്കാനാകും. സാംസങ് പറയുന്നത് നാം നമ്മുടെ ഫോൺ ആവറേജ് 150 പ്രാവശ്യം ടൈം നോക്കാനും നോട്ടിഫിക്കേഷൻ നോക്കാനും മറ്റും ചെക്ക് ചെയ്യാറുണ്ട് എന്നാണ്. ഇതിന് പരിഹാരമായി സാംസങ് പുതിയ ഫീച്ചർ ഗാലക്സി S7ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. ഈ ഫീച്ചർ നിങ്ങൾക്ക് എപ്പോഴും ടൈം, ഡേറ്റ്, മിസ്ഡ് നോട്ടിഫിക്കേഷൻ എന്നിവ ഫോൺ ഓണാക്കാതെ തന്നെ ഡിസ്പ്ലേയിൽ കാണിച്ചുകൊണ്ടിരിക്കും. ഇതിനധികം പവർ ആവശ്യമില്ല. ഏതാണ്ട് മണിക്കൂറിൽ 1% പവർ മാത്രമേ ഈ ഫീച്ചർ ഉപയോഗിക്കുകയുള്ളൂ. സോ ബാറ്ററി ചാർജ് തീരുമെന്ന പേടിയും വേണ്ട. ഈ ഫീച്ചറിൽ പല ഡിസൈനിലുള്ള ക്ലോക്കുകൾ ലഭ്യമാണ്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം ഇത് മാറ്റാവുന്നതുമാണ്. ഗാലക്സി S6ൽ നല്ല ഒരു ബാറ്ററി തന്നെയായിരുന്നു സാംസങ് ഉപയോഗിച്ചത്. എന്നാൽ ഗാലക്സി S7ലേക്ക് വന്നപ്പോൾ കുറച്ചുകൂടി ഇംപ്രൂവ് ആയിട്ടുണ്ട്. ഗാലക്സി S7ൽ 3000 mAhഉം ഗാലക്സി S7ൽ 3600 mAh ബാറ്ററിയാണ് സാംസങ് ഉപയോഗിച്ചിട്ടുള്ളത്. പുതിയ ഫീച്ചേഴ്സും വലിയ ബാറ്ററിയും എല്ലാം കൂടി ആകുമ്പോൾ നിങ്ങൾക്ക് ഈസിയായി മണിക്കൂറുകളോളം ഫോൺ യൂസ് ചെയ്യാൻ സാധിക്കും. ഗാലക്സി S6 എഡ്ജിലും S6 എഡ്ജ് പ്ലസിലും കണ്ടതുപോലെ ഗാലക്സി S7 എഡ്ജിലും എഡ്ജ് പാനൽസ് ഉണ്ട്. ഇതുപയോഗിച്ച് നിങ്ങൾക്ക് വലതുവശത്തു നിന്ന് സ്വൈപ്പ് ചെയ്താൽ ഈസിയായി ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ക്വിക്ക് കോൺടാക്ട്സ് ആക്സസ് ചെയ്യാനും സാധിക്കും. എന്നാൽ ഗാലക്സി S6ൽ നിന്ന് വ്യത്യസ്തമായി ഗാലക്സി S7ൽ എഡ്ജ് പാനൽസിന്റെ വലുപ്പം കൂട്ടിയിട്ടുണ്ട്. ഇതുമൂലം കൂടുതൽ ആപ്സ് നിങ്ങൾക്ക് എഡ്ജ് പാനൽസിൽ അക്കോമഡേറ്റ് ചെയ്യാൻ സാധിക്കും.
ആരും ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു മാറ്റം ഗാലക്സി S6നെ അപേക്ഷിച്ച് ഗാലക്സി S7ൽ സാംസങ് വരുത്തിയിട്ടുണ്ട്. അത് ക്യാമറയിലാണ്. ക്യാമറ മെഗാ പിക്സൽസ് കൗണ്ട് കുറച്ച് കുറവ് വരുത്തിയിട്ടുണ്ട്. അതായത് ഗാലക്സി S6ലെ 16 മെഗാ പിക്സൽസിൽ നിന്നും 12 മെഗാ പിക്സലായി ഗാലക്സി S7ൽ സാംസങ് കുറവ് വരുത്തി. കാരണം എല്ലാവർക്കും അറിയാവുന്നതുപോലെ ചെറിയ മെഗാ പിക്സൽസിനെ അപേക്ഷിച്ച് വലിയ മെഗാ പിക്സൽസിന്റെ ഇമേജ് ക്വാളിറ്റി കുറവായിരിക്കും. ഈ കുറവിന് പകരമായി വലിയ ക്യാമറ സെൻസർ ഗാലക്സി S7ൽ സാംസങ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതുമൂലം വലിയ പിക്സൽസിൽ കൂടുതൽ ബെറ്റർ ക്വാളിറ്റി ഫോട്ടോസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും. അതോടൊപ്പം ഡ്യുവൽ പിക്സൽ ടെക്നോളജി അവതരിപ്പിക്കുന്ന ആദ്യത്തെ ഫോണായി മാറുകയാണ് ഗാലക്സി S7. ഇത് നിങ്ങൾക്ക് ശരിക്കും ഫാസ്റ്റ് ആയിട്ടുള്ള ഓട്ടോ ഫോക്കസിംഗ് നൽകുന്നതാണ്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ നിങ്ങൾക്ക് പ്രൊഫഷണൽ ലുക്കിംഗ് ഫോട്ടോസ് ഈ ഫോൺ ഉപയോഗിച്ച് എടുക്കാനാവും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.